നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഓഡിയോ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ വോയിസ് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു മൈക്ക് വാങ്ങാനുള്ളൊരു ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബേസായിട്ട് നിങ്ങൾക്ക് തുടങ്ങുകയാണെങ്കിൽ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മൈക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലെ വോയിസ് വേണമെന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടണമെങ്കിലും എന്തിനാലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് റെക്ഫോർജ് ആണ്. റെക്ഫോർജ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധാ വോയിസ് റെക്കോർഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വോയിസ് റെക്കോർഡിങ് ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് 12 MB അങ്ങനെ എന്തോ വരുന്നത് നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിന് നല്ലൊരു ക്വാളിറ്റിയുള്ള വോയിസ് നിങ്ങൾക്ക് ബേസിക്കായിട്ട് സാധാ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അതിൽ നോയിസ് സപ്രഷൻ അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ടാവുക. ബേസിക്കായിട്ടുള്ളൊരു അടിപൊളി വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് സാധാ വോയിസ് റെക്കോർഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് റെക്കോർഡറാണിത്. റെക്ഫോർജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് റെക്ഫോർജ്. അപ്പോൾ അത് മുമ്പ് റെക്കോർഡ് ചെയ്ത ഫയൽസാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ ഇത് റെക്കോർഡാവും. ഇതിൽ നോയിസ് സപ്രഷൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ 2-3 ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കാൻ ഉള്ള ടൈമൊക്കെ നിങ്ങൾക്ക് ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റെക്കോർഡ് ആയതൊക്കെ ഇതിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് റിംഗ് ടോൺ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം ഇപ്പോൾ ഗ്രീൻ കളറിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗങ്ങൾ. അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കട്ട് സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുത്താൽ കട്ടായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ കൊടുത്ത് ഫുള്ള് കട്ടായി. നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷന്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ലെക്സിസ് ഓഡിയോ എഡിറ്റർ. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് നിങ്ങളെ വല്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വോയിസ് ഇതിൽ ശരിയാക്കിയിട്ട് വോയിസ് കുറച്ചൊക്കെ നോയിസ് ക്യാൻസലേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്ന് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിൽ വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൽ വോയിസ് നല്ല രീതിയിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. ഇതിൽ കുറച്ചൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്. റിവേഴ്സ്, ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട് അങ്ങനെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും. ലെക്സിസ് ഓഡിയോ എഡിറ്റർ. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണല്ലോ ഞാൻ മുമ്പ് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ പുതിയത് ആണെങ്കിൽ ഡിസ്കാർഡ് ഓപ്പൺ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാൻസൽ കൊടുക്കുക. സേവ് ചെയ്യണമെന്ന് ചോദിച്ചത്. അപ്പോൾ സേവ് ചെയ്യണ്ട. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാനാണ്. പക്ഷേ നിങ്ങൾക്ക് സിമ്പിൾസ് ഒന്നും കാണില്ല. പിന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഈ സിമ്പിൾസ് കാണുക. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഇത് ക്ലിക്ക് ചെയ്ത ടൈമിൽ തന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാനാണ് റെക്ഫോർജിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗം കട്ട് ചെയ്യാൻ. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കട്ട്, കോപ്പി, ഡിലീറ്റിങ്. പിന്നെ ഒരുപാട് എഫക്ട്സ് ഒക്കെ ഉണ്ട്. ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട്, നോർമലൈസ്, റിവേഴ്സ് ചെയ്യാം.
പിന്നെ പിച്ച് ചേഞ്ച് ചെയ്യുക, പിന്നെ ടെമ്പോ സ്പീഡൊക്കെ ചേഞ്ച് ചെയ്യുക, നോയ്സ് റിഡക്ഷന് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. പിന്നെ കംപ്രസർ, ഈക്വലൈസർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ ഇത് റെക്കോർഡിങ് കഴിഞ്ഞാൽ പിന്നെ ഇത് സേവ് കൊടുക്കുക, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ എടുക്കുക. ഓക്കെ, സേവ്. അപ്പോൾ സേവായി. ഈ ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് റെക്ഫോർജ് വെച്ചിട്ടാണ്. അപ്പോൾ റെക്ഫോർജ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ മൈക്ക് ഊരി വയ്ക്കുകയാണ്. അപ്പോൾ മൈക്ക് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് റെക്ഫോർജിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാതെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെക്സിസ് ഓഡിയോ എഡിറ്ററിലാണ്. നമുക്ക് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ലെക്സിസിൽ സൗണ്ടാണ്. എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.